ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമുക്ക് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കേൾക്കാം. ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് എന്നാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് ആനി എന്നാണ്. 12 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുടുംബജീവിതം അവർ ഹാപ്പി ആയിട്ട് പോകുന്നുവെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവരുടെ വേദന അവർക്ക് മക്കളില്ല എന്നുള്ളതായിരുന്നു. പല ഡോക്ടേഴ്സിനെ കണ്ടു, പല ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തു, പക്ഷേ അതെല്ലാം ഫെയിലായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ 12 വർഷത്തോളം അവരങ്ങനെ ജീവിച്ചു പോകുന്നു. അദ്ദേഹം ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ലാബ് ടെക്നീഷ്യനാണ്. അങ്ങനെ എല്ലാ ദിവസവും അവർ ജോലിയിൽ അവരുടേതായ ആ ഡെഡിക്കേഷൻ കാണിക്കുകയും അങ്ങനെ അവരുടെ ആ വിഷമം മറക്കാനായിട്ട് അവർ എവരിഡേ എല്ലാ ദിവസവും ജോലിക്ക് പോവുകയും അവധി കിട്ടുന്ന ദിവസങ്ങളിൽ അവർ പുറത്തു പോയി കുടുംബമായി പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയും വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. അങ്ങനെ ഇരിക്കവേ അദ്ദേഹത്തിന് ഒരു ദിവസം പെട്ടെന്ന് സിവിയർ ആയിട്ടുള്ളൊരു ഹെഡ് ഏക്ക് ഉണ്ടാകുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ നമുക്കറിയാമല്ലോ, ജോലി ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. പിന്നെ ലൈഫിൽ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളപ്പം അദ്ദേഹത്തിന് ഇടയ്ക്ക് ഹെഡ് ഏക്ക് ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന് അതിന് വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സ് അദ്ദേഹം തന്നെ എടുക്കുന്നുണ്ട്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നു, പെയിൻ കില്ലേഴ്സ് എടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ആ വേദന അങ്ങ് വിട്ട് കളയുന്നു. വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കെ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയി. സ്ഥിരമായിട്ട് തലവേദനയില്ല, ഇടയ്ക്കിടയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 12 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് വെളുപ്പിന് വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഹെഡ് ഏക്ക് ഉണ്ടാകുന്നു. അതിനോട് കൂടെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച വളരെ മങ്ങിക്കാണുന്നത് പോലെ തോന്നി. അദ്ദേഹം പെട്ടെന്ന് ടെൻഷനാകുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ലാബ് ടെക്നീഷ്യനാണ്. വൈഫിനോട് പറയുന്നു, എനിക്ക് നല്ല തലവേദനയുണ്ട്, ഇന്ന് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അപ്പോൾ ഞാൻ ലീവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് ഡോക്ടറെ കാണാൻ പോകാം. അപ്പോൾ ടൗണിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവർ ഡോക്ടറെ കാണാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടർ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നു, ഫാമിലി ഹിസ്റ്ററി, അവരുടെ പേഴ്സണൽ ഹിസ്റ്ററി, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, കുറേ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എല്ലാം ചെയ്യുന്നു. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ്, അതുപോലെ സ്കാൻ, CT ഹെഡ് അഡ്വൈസ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റുകളെല്ലാം ചെയ്തു വരവേ അതിൻ്റെ റിസൾട്ട്സ് വരാൻ വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു. റിസൾട്ട്സ് വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ ആകെ പാനിക്കായി പോവുകയാണ്. ഡോക്ടർ ഇവരെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫുണ്ട്, ജേക്കബ് ആൻഡ് ആനി ഡോക്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നു OPയിൽ. അങ്ങനെ ഡോക്ടർ ജേക്കബിനോട് പറയുകയാണ്, ജേക്കബ്, എത്ര നാളുകളായി നിങ്ങൾക്ക് ഈ തലവേദനയുണ്ട്? അപ്പം ജേക്കബ് പറഞ്ഞു, ഞാനിങ്ങനെ ഹോട്ടലിൽ ജോലി ചെയ്യണം. അപ്പോൾ അവിടുത്തെ ചൂടും, ഹോട്ടലിലെ കുക്ക് ചെയ്യുകയാണല്ലോ, അപ്പോൾ അവിടുത്തെ ചൂടും കാര്യങ്ങളും മാത്രമല്ല സ്ട്രെസ്സും ഷിഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും, യാത്ര അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും, പിന്നെ ഞങ്ങൾക്ക് കുട്ടികളില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതിന് കുറേ മെഡിസിൻസൊക്കെ എടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ തലവേദന ഉണ്ടാകാറുണ്ട്. ഞാനിങ്ങനെ പെയിൻ കില്ലേഴ്സ് കഴിച്ച് അതങ്ങ് മാറ്റി ചെയ്യാറ്, അല്ലാതെ അങ്ങനെ ഇതുവരെ സ്ഥിരമായിട്ട് ഒരു മരുന്നുകളും കഴിച്ചിട്ടില്ല എന്നൊക്കെയും പറയുന്നു. അപ്പോൾ ഡോക്ടർ ബാക്കിയുള്ള അതിനെ തുടർന്ന് വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ, എന്തെങ്കിലും വോമിറ്റിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ഡിവിഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഡിസിനെസ് ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ സിംറ്റംസ് ചോദിക്കുന്നു. അപ്പോൾ ജേക്കബ് പറയുന്നത്, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അപ്പോൾ വൈഫും പറയുന്നു, ഇല്ല, അതുവരെ അങ്ങനെ സിക്ക് ലീവ് എടുത്ത് അങ്ങനെ വീട്ടിലിരുന്നിട്ടൊന്നുമില്ല, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു, ഓഫുള്ളപ്പോൾ ഞങ്ങളിങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് എവിടെയെങ്കിലുമൊക്കെ പോകുന്നു, അങ്ങനെ ചെയ്യുന്നു. അപ്പം ഡോക്ടർ പറയുകയാണ്, നിങ്ങളുടെ CT തലയുടെ സ്കാൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്യാൻസറസ് ആയിട്ടുള്ള ബ്രെയിൻ ട്യൂമറാണ്. അവരാകെ വിഷമത്തിലാകുന്നവർക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം, പെട്ടെന്ന് അവർ പാനിക്കായി പോകുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കിത് മറച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, കാരണം ഇത് ലാസ്റ്റ് സ്റ്റേജാണ്, അതുകൊണ്ടാണ് ഇത്രയും ബ്ലഡ് വിഷൻ വന്നത്, സിവിയറാണ്, ഇത്രയും സിവിയർ ഹെഡേക്ക് വന്നത് അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അല്ലെങ്കിൽ അതിൻ്റെ സർജറി ചെയ്ത് ട്യൂമർ റിമൂവ് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതിപ്പം ഫൈനൽ സ്റ്റേജാണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറിയാൽ
12 മന്ത്സ്, അതായത് 1 ഇയറോളമാണ് ഒരു ലൈഫ് സ്പാൻ ഉള്ളത്. നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഒരു കൗൺസിലിംഗ് സെഷൻ കൂടി ഉണ്ട്, അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാം. അങ്ങനെ ഈ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ, ഈ ഡോക്ടറുടെ എക്സ്പ്ലനേഷൻ കേട്ടിട്ട് ഇവർ വളരെയധികം വിഷമത്തിലാവുകയാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർക്കത് തിരിച്ചറിയാൻ സാധിച്ചില്ല അല്ലേ? ഡോക്ടർ വളരെ കാര്യമായിട്ട് ഇവരോട് സംസാരിച്ചു. ഇപ്പോൾ താൽക്കാലികമായിട്ട് പാലിയേറ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ ഒന്ന് മാറിക്കിട്ടാൻ, ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ, കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡേയ്സ് ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവുക. ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് ബാക്കിയുള്ള സിംറ്റംസിനെയൊക്കെ മാനേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഓക്കെ, കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിസിഷൻ പറഞ്ഞാൽ മതി എന്ന് ഡോക്ടർ പറയുന്നു. അവിടെ ഒരു നല്ല കൗൺസിലർ ഉണ്ടായിരുന്നു, അവർക്ക് നല്ല കൗൺസിലിംഗ് കിട്ടി. ഫാമിലി കൗൺസിലിങ്ങും ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും ഉണ്ടായിരുന്നു. അങ്ങനെ ജേക്കബ് വളരെ ഒരു വിഷമത്തിൽ കടന്നു പോയെങ്കിലും ആ കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞ് ആൾ കുറച്ചൊന്ന് സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ തിരിച്ച് വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഇവർ ജേക്കബ് റൂമിൽ കയറി ഡോറടച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുന്നു, കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ നോക്കുന്നു. പക്ഷേ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കാരണം മനസ്സിലൂടെ പല പല കാര്യങ്ങൾ കടന്നു പോകുന്നു. ഇത്രയും വർഷം ഞാൻ ജീവിച്ചിട്ട്, 12 വർഷത്തെ വിവാഹ ജീവിതം അല്ലാതെ അതിന് മുമ്പും ഒക്കെ ജീവിച്ചിട്ട് എൻ്റെ ലൈഫിൽ എന്താണ് ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന, എന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹം ഒന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ജേക്കബ് ആ മുറിയിലിരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട്, എനിക്കൊരു 2-3 ഡേയ്സും കൂടി ലീവ് വേണം, ഇങ്ങനെ എൻ്റെ ഡയഗ്നോസിസ് ഇങ്ങനെയാണ്, എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഹോട്ടലിലെ മാനേജർ പറഞ്ഞു, തീർച്ചയായിട്ടും ജേക്കബ് നീ ആവശ്യത്തിലധികം ലീവ് എടുത്തോളൂ, എന്തെങ്കിലും ഫീലിംഗ് ബെറ്റർ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നീ ജോലിക്ക് വന്നാൽ മതി, ഹെൽത്താണ് ഇമ്പോർട്ടൻറ്റ്, നീ റെസ്റ്റ് എടുക്കുക, ഇത്രയും വർഷം നീ ഈ ഹോട്ടലിൽ നല്ല ജീവനക്കാരനായിരുന്നു, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം, വേറെ ആളെ വെച്ച് നീ തൽക്കാലം നന്നായി റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞ് ജേക്കബിനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അദ്ദേഹം റൂമിൻ്റെ പുറത്ത് വന്നു, വൈഫിനെ അന്വേഷിച്ചു, വൈഫിനെ എവിടെയും കാണുന്നില്ല. അങ്ങനെ വൈകുന്നേരമായി, വൈഫ് വീട്ടിൽ തിരിച്ചു വന്നു. അപ്പം ചോദിച്ചു, എവിടെയായിരുന്നു ആനി, നീ എവിടെയായിരുന്നു പോയത് എന്നൊക്കെ ചോദിച്ചു. ആനി പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഹോസ്പിറ്റലിൽ പോയി, ലാബിൽ പറഞ്ഞില്ലായിരുന്നു ലീവിൻ്റെ കാര്യം, ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊള്ളായിരുന്നു, അപ്പം ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ് എന്നൊക്കെ ആനി വളരെ കൂളായിട്ട് സംസാരിച്ചു. അപ്പം ജേക്കബ് തൻ്റെ അസുഖത്തെക്കുറിച്ചും ഇനി ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ആനി അത് നിരസിച്ചു. ആനി പറഞ്ഞു, എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങ് പോവുകയാണ്, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ജേക്കബിന് ആനി തന്നിൽ നിന്നും അകന്നു പോകുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അപ്പോൾ ജേക്കബ് വിചാരിച്ചു, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം അത്, എല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്ന എല്ലാം ശരിയാണെന്നില്ലല്ലോ. അങ്ങനെ ജേക്കബ് ചിന്തിച്ചു. എന്നിരുന്നാലും ജേക്കബ് ചിന്തിച്ചത് ശരിയായിരുന്നു. ആനി ചിന്തിച്ചപ്പോൾ, ഇത്രയും വർഷം ഇയാളുടെ കൂടെ താമസിച്ചിട്ട് എനിക്കൊരു സന്തോഷം ഉണ്ടായിട്ടില്ല, കുട്ടികളില്ല എന്ന് മാത്രമല്ല, ഒരു ഇടയ്ക്ക് എല്ലാ ട്രിപ്പിനും പോകും, പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കും, പക്ഷെ താൻ ആഗ്രഹിച്ചൊരു ലൈഫല്ല തനിക്ക് കിട്ടിയത് എന്ന് ഉള്ള ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ആനി മാറുകയാണ്. മാത്രമല്ല ആനിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു, പക്ഷേ ആനി അതൊരു പരിധി വരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കൂടി താൻ നേരിടേണ്ടി വരുമ്പോൾ ആനി ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാ ഇനിയും ഇത്രയും സ്ട്രഗിളായിട്ട് ജീവിക്കണം, ഇത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം ഇനിയും ഞാൻ തുടർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിനൊരു വാല്യൂ ഇല്ലാതെയാകും, എനിക്കും വേണ്ട സന്തോഷം എന്നൊക്കെ ചിന്തിച്ച് ആനി വേറൊരു വഴിയിലേക്ക് തിരിയുകയാണ്. അങ്ങനെ ആനി ആ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആ ഒരു വ്യക്തിയെ ഫോൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോൺ ചെയ്ത് അയാളോട് പറയുന്നു, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം, എനിക്ക് ഇയാളെ മടുത്തു. എന്നാൽ ഇയാളുടെ അസുഖത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊന്നും ആനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വ്യക്തിയോട് അടുപ്പം കൂടുകയും ആനി ഒരു പ്ലാനിങ്ങിലെത്തുകയാണ്.
എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും ആ വ്യക്തിയുടെ കൂടെ പോയി താമസിക്കുക. അയാൾ കുറച്ച് വേറൊരു ജില്ലയിലാണ് താമസിക്കുന്നത്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തു, ഡിസിഷൻ ഫൈനൽ ചെയ്തു. ജേക്കബ് ഇതൊന്നും അറിയുന്നില്ല. ജേക്കബ് വിചാരിച്ചു എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ജേക്കബ് നോക്കുമ്പോൾ ആനി എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ജേക്കബ് ചോദിച്ചു, ആനി നീ എവിടെ പോവുകയാണ്? അപ്പോൾ ആനി പറയുകയാണ്, വെരി സോറി, എനിക്ക് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ഇനിയുള്ള ഈ ഒരു വർഷം വളരെ പത്തറ്റിക് ആയിട്ടുള്ള, വളരെ ബുദ്ധിമുട്ട് കൂടിയ അവസ്ഥകളായിരിക്കും. എനിക്ക് ഇനി അതിൽ കൂടെ കടന്നു പോയി എൻ്റെ ജീവിതം കുളം തോണ്ടാൻ ഒരു ആഗ്രഹം എനിക്കില്ല. ഞാൻ അതുകൊണ്ടൊരു തീരുമാനമെടുത്തു. എനിക്ക് സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ലൈഫ് മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആനി അവിടെ നിന്ന് പോവുകയാണ്. ജേക്കബ് വളരെ ഷോക്കായി പോയി. കാരണം അടുപ്പിച്ചടുപ്പിച്ചാണ് തനിക്ക് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ടി വരുന്നത്. തൻ്റെ അസുഖം, തൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോകുന്നു, താൻ വളരെയധികം വിഷമത്തിലാകുന്നു. ആനി പോയതിൻ്റെ പുറകെ അദ്ദേഹം ഡോറടിച്ച് പൊട്ടിക്കരഞ്ഞു. അല്ല, തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തൻ്റെ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ തൻ്റെ കൈ പിടിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട തൻ്റെ വൈഫ് തന്നെ ഉപേക്ഷിച്ച് പോകുന്നു. പിന്നെ ജേക്കബ് ചിന്തിച്ചു, ശരിയാണ്, എന്തിന് ഇനിയുള്ള ഈ അവസാന നിമിഷങ്ങളിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം. കാരണം ഇത്രയും നാൾ എനിക്ക് അവൾക്കൊരു സന്തോഷം കൊടുക്കാൻ സാധിച്ചില്ല, കുട്ടികളില്ല, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ കടന്നുപോയി. ഇനിയും എന്തിനാ അവൾ എൻ്റെ കൂടെ താമസിച്ച് വെറുതെ വിഷമിക്കണം? ഈ അവസാന നിമിഷത്തിൽ ഞാൻ തന്നെ അനുഭവിച്ചങ്ങ് പോയേക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചു ജേക്കബ്. എന്നിരുന്നാലും ജേക്കബ് ഇങ്ങനെ വിചാരിച്ചു, എനിക്ക് അവസാനമായിട്ട് അപ്പ അല്ലെങ്കിൽ അച്ഛ എന്നുള്ള ആ ഒരു വിളി കൂടി കേട്ടിട്ട് എനിക്കൊന്ന് മരിക്കണം. ആ ഒരു സന്തോഷകരമായ കുട്ടിയുമായി അല്ലെങ്കിൽ കുഞ്ഞ് മക്കളുമായിട്ട് സന്തോഷം പങ്കിട്ട് കുറച്ച് നാൾ ജീവിച്ചിട്ട് എനിക്ക് മരിക്കണം. എന്നാൽ എൻ്റെ ആ ഒരു ഓർമ്മകൾ, എനിക്ക് വളരെ സന്തോഷകരമായ കുറച്ച് ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ടാകുമല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ജേക്കബ് അവിടെ അടുത്തുള്ള ഒരു എന്താ പറയുക, ഒരു ഓർഫനേജിൽ ചെന്നിട്ട് അവരോട് സംസാരിച്ചു. എനിക്കിങ്ങനെ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വളരെ സന്തോഷമായി. അങ്ങനെ അവർ കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ പറയുകയാണ്. അപ്പോൾ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജേക്കബിനോട് ഓർഫനേജിലെ ആൾ ചോദിച്ചു, അപ്പം അദ്ദേഹം പറഞ്ഞു, അത് പേഴ്സണൽ മാറ്ററാണ്, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വറീഡ് ആവണ്ട, എന്തായാലും ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം ഞാൻ എല്ലാം കവർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓർഫനേജിൽ അവർ പറഞ്ഞു, പക്ഷേ ഇതിനകത്ത് ഫോർമാലിറ്റി ഉണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതായത് അമ്മയും അച്ഛനും കൂടിയാണല്ലോ അത് കുട്ടിയെ ദത്തെടുക്കുന്നത്, അപ്പോൾ അതിൻ്റേതായ ഒരു ഫോർമാലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പം ജേക്കബ് അത് എങ്ങനെയൊക്കെയോ അത് ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ ഒരു കുട്ടിയെ അവർ ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണ്. അവരുടെ സിസ്റ്റത്തിൽ അവരിങ്ങനെ ഓരോ കുട്ടിയുടെയും ഹിസ്റ്ററി, അല്ലെങ്കിൽ അവരുടെ കുട്ടിയുടെ ഏജ്, പേര്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ജേക്കബിനെ ഒരു കുട്ടിയെ കണ്ടപ്പോൾ, ഫോട്ടോ കണ്ടപ്പോൾ ജേക്കബ് നന്നായിട്ട് അവരുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുകയാണ്. എന്താണ് ഈ കുട്ടി ഇത്രയും കാലമായി ഇവിടെ ഓർഫനേജിൽ വന്നിട്ട് കുറേ നാളായി, ആ കുട്ടിക്ക് ശേഷം വന്ന പല കുട്ടികളെയും ആളുകൾ ദത്തെടുത്ത് കൊണ്ടുപോയി, ഈ കുട്ടിയെ മാത്രം എന്താണ് ആരും ചൂസ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പം ഓർഫനേജിൽ അവർ പറയുകയാണ്, അത് ആ കുട്ടിക്ക് ട്യൂമറാണ്, 3 മാസം മാത്രമേ ഇനി ആ കുട്ടി ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആരും ആ കുട്ടിയെ ചൂസ് ചെയ്തില്ല. അങ്ങനെ ചൂസ് ചെയ്യില്ലല്ലോ, കാരണം നമുക്കറിയാലോ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയെ ആണല്ലോ, ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്ന കുട്ടിയെ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടിയാണ് എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ, ക്യൂട്ടായിട്ടും ഒക്കെ അല്ലേ. അപ്പം ജേക്കബ് പറയാണ്, എന്നാൽ എനിക്ക് ആ കുട്ടിയെ മതി. അപ്പോൾ ഓർഫനേജിൽ അവരുടെ എന്താ പറയുക, മാനേജറും അവരുടെ ടീമൊക്കെ അത്ഭുതപ്പെടുകയാണ്. എന്താ നിങ്ങൾ പറയുന്നത്, ആ കുട്ടിയെ മതിയെന്നോ? കുട്ടി ഇപ്പം ഇനി അവർക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അവർ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. എന്തെങ്കിലും വേദന വരുവാണെങ്കിൽ വേദനയുടെ മെഡിസിൻ, എന്തെങ്കിലും അസ്വസ്ഥതകൾ, ഛർദി വരുവാണെങ്കിൽ ഛർദിയുടെ മരുന്ന്, അത്രയൊക്കെ ഉള്ളൂ. അവർ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് എന്നൊക്കെയും പറഞ്ഞ് കുട്ടിയുടെ ഫയലും കാര്യങ്ങളൊക്കെ
കാണിച്ചു. പിന്നെ എനിക്ക് സന്തോഷമുള്ളൂ, ആ കുട്ടിയെ ഞാൻ എടുത്തോളാം, എനിക്ക് സന്തോഷമുള്ളൂ. ആ കുട്ടിയുടെ ലാസ്റ്റ് കുറച്ചുള്ള ഈ 3 മാസം എന്ന് ഡോക്ടർ വിധി എഴുതിയിരിക്കുന്ന 3 മാസം എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ആ കുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കും, അവൾക്ക് ഇത്രയും വർഷങ്ങൾ കിട്ടാത്ത സന്തോഷം എനിക്ക് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെയും പറഞ്ഞ് അവരെ അത് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ ആ കുട്ടിയെ, എക്സ എന്നാണ് കുട്ടിയുടെ പേര്, ആ കുട്ടിയെ അവിടെ നിന്ന് ഈ ജേക്കബ് ദത്തെടുക്കുകയാണ്. കുട്ടിയും ചിന്തിച്ചു, എന്തിനായിരിക്കും ഇദ്ദേഹം എന്നെ സെലക്ട് ചെയ്തത്? ഞാൻ ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരു നല്ല ഫാദറിനെ വേണമെന്നൊക്കെ ആഗ്രഹിച്ചായിരുന്നു. എന്നിരുന്നാൽ പോലും എൻ്റെ അവസ്ഥകൾ അറിഞ്ഞിട്ട് ഇദ്ദേഹം എന്നെ ദത്തെടുക്കാൻ എന്തായിരിക്കും കാരണം എന്നൊക്കെ ആ കുട്ടി ചിന്തിച്ചു. അവൾക്ക് 6 വയസ്സ് മാത്രമാണ് പ്രായമുള്ളൂ. എന്നിരുന്നാലും വളരെ പക്വതയുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി. അങ്ങനെ ജേക്കബും ആ കുട്ടിയും ചേർന്ന് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് വീട്ടിലെ ഓരോ റൂമുകൾ കുട്ടിയെ കാണിച്ചു കൊടുത്തു. അവൾ അങ്ങനത്തെ റൂമുകളിലൊന്നും താമസിച്ചിട്ടില്ല, അവൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റീസ് നല്ല എന്താ പറയുക, നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വീട്ടിലൊന്നും താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനത്തെ കിച്ചൺ കണ്ടിട്ടില്ല, അങ്ങനത്തെ ബാത്റൂം കണ്ടിട്ടില്ല, അങ്ങനത്തെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ ഒന്നും അവൾ കണ്ടിട്ടില്ല. ഫർണിച്ചേഴ്സ് അവൾക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി. അങ്ങനെ അവൾ അതൊക്കെ ഒന്ന് വീക്ഷിച്ചു. എന്നിട്ടും അവൾ പറഞ്ഞു, ജേക്കബിനോട് ചോദിച്ചു, എന്താണ് അങ്കിൾ എന്നെ സെലക്ട് ചെയ്തത്? അപ്പോൾ പറഞ്ഞു, എന്നെ അങ്കിൾ എന്ന് വിളിക്കേണ്ട, എന്നെ അച്ഛ അല്ലെങ്കിൽ എന്നെ അപ്പ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. കുട്ടിക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവളുടെ ഫയലൊക്കെയും ജേക്കബ് സൂക്ഷിച്ച് തൻ്റെ ഫയലിൻ്റെ കൂടെ വെച്ചു. തൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കുട്ടിക്ക് അറിയില്ലല്ലോ, അതുപോലെ ഓർഫനേജിൽ അവർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ജേക്കബ് ഈ 3 മാസം ഈ കുട്ടിയെ വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ അമേസിങ് ആയിട്ട് അവരെ ഹാൻഡിൽ ചെയ്യാണ്, കുട്ടിയെ ഹാൻഡിൽ ചെയ്യാണ്. അവർ പാർക്കിൽ കൊണ്ടുപോകുന്നു, അവൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ, അവളുടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഉണ്ട്, അവർക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒഴിവാക്കിയിട്ട് ബാക്കി കുട്ടിക്ക് കഴിക്കാൻ പറ്റിയ കുറേ നല്ല ഫുഡുകൾ, നല്ല ഡ്രസ്സുകൾ മേടിച്ചു കൊടുക്കുന്നു, കുട്ടിയെ നല്ല പാർക്കിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ആ കുട്ടിക്ക് സന്തോഷം കൊടുക്കുന്ന മാക്സിമം കാര്യങ്ങൾ ഈ ജേക്കബ് ചെയ്യുകയാണ്. താനും ആ കുട്ടിയുമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വോമിറ്റിംഗ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ അതിനുള്ള മെഡിസിൻസൊക്കെ കൊടുത്ത് വളരെ കെയർഫുള്ളായിട്ട് ജേക്കബ് ആ കുട്ടിയെ ഹാൻഡിൽ ചെയ്യുകയാണ്. അവർ വളരെ ഇമോഷണലായിട്ടും ഒക്കെ ഭയങ്കര ബോണ്ടിങ് ഉണ്ടാകുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരങ്ങനെ 3 മാസം വളരെ ഹാപ്പി ആയിട്ട്, ജേക്കബിന് 3 മാസം ഭയങ്കര സന്തോഷമായിരുന്നു. ജേക്കബ് അത്രയും നാളും അങ്ങനെ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും എപ്പോഴും അപ്പ എന്നുള്ള വിളി കേൾക്കുന്നു, ആ കുട്ടിയുമായിട്ട് എൻജോയ് ചെയ്യുന്നു, കുട്ടിയെ എന്താ പറയുക ഫുൾ ടൈം 24 hours ഒരു ദിവസം ആ കുട്ടിയുമായിട്ട് ചിലവഴിക്കുന്നു. കുട്ടി ഉറങ്ങിക്കഴിയുമ്പോൾ കൊണ്ട് കിടത്തുന്നു, അതുപോലെ ആ കുട്ടിയുടെ സൈഡിൽ കിടക്കുന്നു. ഭയങ്കര ജേക്കബിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ, കുട്ടികളില്ലാതിരുന്ന ജേക്കബിന് അത് വളരെ സന്തോഷകരമായ അത്ഭുതമായിരുന്നു. അത് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവമായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അങ്ങനെ ജേക്കബ് ഇനിയും കുറച്ചുകൂടെ ദിവസങ്ങൾ എനിക്ക് കിട്ടണമെന്ന് അങ്ങനെ ആഗ്രഹിക്കത്തക്ക രീതിയിലായിരുന്നു അവരുടെ തുടർന്നുള്ള ദിവസങ്ങൾ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോയി, കുട്ടിയും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടി വരികയാണ്. കുട്ടി കുറച്ച് എന്താ പറയുക സിക്കായി വരികയാണ്. അങ്ങനെ സിക്കായി വന്ന ഒരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരത്ത് കുട്ടി പറഞ്ഞു, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, എനിക്ക് വളരെ ക്ഷീണമാണ്, എനിക്ക് വേണ്ട അപ്പ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചോളാം, ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ജേക്കബ് പറഞ്ഞു, അതിനെന്താ കിടന്നോ, കുറച്ച് നേരം കൂടി കിടന്നോട്ടോ, അപ്പോൾ പോയിട്ട് കിച്ചണിലെ ബാക്കി പണികളൊക്കെ തീർത്തിട്ട് വേഗം വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ജേക്കബ് കുട്ടിയെ ആശ്വസിപ്പിക്കുന്നു. കുട്ടി ബെഡിൽ പോയി കിടക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് കുട്ടി തല കറങ്ങി അവിടെ വീഴുന്നു. അങ്ങനെ ജേക്കബ് കുട്ടിയെ എടുത്തുകൊണ്ട് കുട്ടീനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോകുന്നു. അങ്ങനെ വൊമിറ്റ് ചെയ്തു കുട്ടി, ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്ത് കുട്ടി ആകെ കൊളാപ്സായി. ശരിക്കും പറഞ്ഞാൽ കുട്ടി പൾസില്ല, ബ്രത്തില്ല, ഒന്നുമില്ല. അങ്ങനെ അവർ CPR ഒക്കെ കൊടുത്തു, റിസസിറ്റേറ്റ് ചെയ്യാൻ നോക്കി, എന്നാൽ പോലും കുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്, ഈ കുട്ടിയുടെ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. ജേക്കബിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. എന്നിരുന്നാൽ പോലും ജേക്കബിന് അറിയാം കുറച്ച് വളരെ സന്തോഷകരമായ ദിവസങ്ങൾ എനിക്ക് കുട്ടിയിൽ നിന്നും ലഭിച്ചു. ഇനി എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കും, പക്ഷെ ഞാൻ തന്നെയാണ്. പക്ഷെ ആ കുട്ടിയുടെ അവസാന നിമിഷങ്ങൾ ഞാൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ഒരു സന്തോഷമുണ്ട്. എന്നാൽ പോലും ജേക്കബ് അവിടെ ഇരുന്ന് കരയുകയാണ്, വളരെ വേദനയോട് കരയുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ഈ കുട്ടിയുടെ ഡ്രസ്സ് സാധനങ്ങളെല്ലാം
ഈ ജേക്കബിന് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ജേക്കബ് ആ കുട്ടിയുടെ ഉടുപ്പ് കെട്ടിപ്പിടിച്ചിരുന്ന് കരയുകയാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. അന്ന് രാവിലെ ഒരു പാർക്കിൽ പോകാൻ വേണ്ടി ഇടാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷേ പാർക്കിൽ പോകാൻ പറ്റിയില്ല. അതിന് മുമ്പ് കുട്ടി ആകെ വീണ് ആകെ വൊമിറ്റ് ചെയ്താകെ ഇതായി. ആ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ നിന്നും ആ ജേക്കബിന് ഒരു ലെറ്റർ കിട്ടുകയാണ്. ജേക്കബ് അത് അവിടെ വെച്ച് വായിക്കാനുള്ള മാനസികാവസ്ഥയില്ല. ജേക്കബ് അതെല്ലാ സാധനങ്ങളായിട്ട് ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ചെയ്ത് അവർ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ ലെറ്റർ വായിക്കുകയാണ്. ഈ ലെറ്റർ വായിച്ചപ്പം ജേക്കബിന് വളരെ അത്ഭുതമായി തോന്നും. ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി എങ്ങനെ ഈ ലെറ്റർ എഴുതും? ആ കുട്ടി അതിൽ വളരെ മനോഹരമായി പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. ജേക്കബും കുട്ടിയുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നതും ബൈക്കിൽ പോയതും അതുപോലെ ഐസ്ക്രീം കഴിക്കുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൽ എഴുതിയിട്ടുണ്ട് ഐ ലവ് യു അപ്പ, ഐ ലവ് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ സെൻറ്റൻസുകൾ അവൾക്ക് അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ജേക്കബിന് ഭയങ്കര സന്തോഷമായി. ജേക്കബിൻ്റെ ലൈഫ് ഫുൾഫില്ലായി എന്ന് വരെ ജേക്കബ് ചിന്തിക്കുകയാണ്. എനിക്കിനി ഒന്നും വേണ്ട, എനിക്കിത് മതി എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ ആ ഒരു ലെറ്ററാണ്. അത് വായിച്ചു. ജേക്കബ് കുറേ നേരം കരഞ്ഞു. പക്ഷേ ജേക്കബിന് അങ്ങനെ എന്താ പറയുക, ഭയങ്കര എനിക്കും അടുത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഇത്രയും കഴിഞ്ഞ 12 വർഷം ഞാൻ ജീവിച്ചതിനേക്കാളും ഈ 3 മാസം ഞാൻ വളരെ എൻജോയ് ചെയ്ത് ജീവിച്ചു. എനിക്ക് വളരെ സന്തോഷം കിട്ടി. എൻ്റെ ലൈഫ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു സമാധാനത്തിൽ ജേക്കബ് ആ ലെറ്റർ അവളുടെ ഫയലും എല്ലാം അവിടെ കബോർഡിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ടം ഓടുന്നത്? നമ്മുടെ ജീവിതം ഓരോ ദിവസം എന്ത് ബിസി ലൈഫാണല്ലേ, നമുക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല, കുട്ടികളെ നോക്കാൻ സമയമില്ല, കുട്ടികളുടെ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഓരോ സ്റ്റേജസ് കാണാനോ അതിൽ സന്തോഷിക്കാനോ നമ്മുടെ ഫാമിലി ആയിട്ടൊന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ഒന്നിനും നമുക്ക് സമയമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെട്ടോട്ടം? നമുക്ക് നമ്മളെ തന്നെ ക്ലിയർ ചെയ്യാനോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനോ ഒന്നിനും നേരമില്ല. നമ്മൾ നെട്ടോട്ടത്തിലാണ്, നമുക്കൊന്നിനും സമയമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ബിസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം എല്ലാവരും മരിക്കും, എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. ആ സമയത്ത് നമ്മുടെ ലൈഫ് ഒരു ഫുൾ ലൈഫല്ല അല്ലേ? എത്ര ലോങ് ലൈഫ് കിട്ടിയിട്ടും കാര്യമില്ല. ഫുൾ ലൈഫ് അല്ലെങ്കിൽ വെറുതെ ശൂന്യമായി പോകും. അപ്പോൾ ജീവിച്ച് മരിക്കാനായിട്ട് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഓരോ നിമിഷവും ജീവിക്കുക, ഓരോ ദിവസവും ജീവിക്കുക, ഒരു പർട്ടിക്കുലർ ലക്ഷ്യബോധത്തോടെ ജീവിക്കുക. എന്നിട്ട് നമ്മുടെ മരണത്തിൻ്റെ സമയത്ത് അത് നമ്മുടെ ഒരു ഫുൾ ലൈഫായിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്നാശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.